ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ഈ പിള്ളേരില്ലേ കടയിലേക്കാണ് കൊണ്ടുവന്ന് നോക്കിയപ്പോ ഇവരിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്കറിയോ കേക്ക് സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ സെക്കൻഡ് മോം. എന്താ ഫ്രിഡ്ജ് ഇത് കളഞ്ഞാൽ പിന്നെ കേക്ക് ടീച്ചോണ്ടാ സജി സജിയുടെ മോള് എല്ലാരും ഇപ്പം വരാൻ തോന്നല്ലേ. ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാനാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ബ്രിഡ്ജിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ വന്നതാട്ടോ. ബുക്സ് എപ്പോഴും വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാറുമുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്പേസാണ് കേട്ടോ ഇവിടെ. നല്ല പെയിൻറ്റിങ്സ്, നല്ല ഡ്രോയിങ്സ്, അതേപോലെ തന്നെ ഗിത്താർ വായിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നല്ല ഒരു ഫുഡും ഇവിടുത്തെ അടിപൊളി തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതിൽ വാങ്ങിയതിൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഇവർ എനിക്ക് കേക്കും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത ഫുഡും കഴിച്ച് പിന്നെ ഞാൻ ABC ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നല്ല ഫോട്ടോസും നല്ല കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അതേമാതിരി നല്ല ബുക്സുകളും ഉണ്ട് ഇവിടെ വായിക്കാൻ പറ്റിയത്. എനിക്കെന്തായാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാത്തവർ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് വർക്കും അലച്ചിലും യാത്രയൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിങ്ങനെ ബ്രിഡ്ജിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എനിക്കൊരു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് തരാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് സനമോള് സെക്കൻഡ് മോം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൽ എഴുതിയിട്ടാ ഹാപ്പി ബർത്ത്ഡേ സെക്കൻഡ് മോം. അതായത് അവൾ അങ്ങനെ എഴുതിയിട്ടാണ് എനിക്ക് കേക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അപ്പോൾ നല്ല കേക്ക് നിലയിൽ നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ നിന്ന് മേടിച്ചിട്ട് തന്നു. അപ്പോൾ ഞാൻ സനമോൾക്ക് ഫസ്റ്റ് കൊടുത്തു, പിന്നെ എൻ്റെ ഇഫമോൾക്ക് കൊടുത്തു. ഇഫമോൾ പിന്നെ വീഡിയോ എടുക്കുക കാരണം കാണാൻ പറ്റുക. പിന്നെ സജിക്കും കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറി എന്നിട്ട് അവിടെ നിന്ന് വീട് വരെ ഞങ്ങൾ നടന്നു വന്നു കേട്ടോ. അപ്പോൾ ഇതിലത്തെ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തത് എന്തൊക്കെയായിരുന്നു ഇഫമോളെ? ചിക്കൻ ടിക്ക, പിന്നെ പാസ്ത, പിന്നെന്താ വേറെ ലോഡഡ് ഫ്രൈസ് വാങ്ങി. പിന്നെ നമ്മൾ ജ്യൂസുകൾ വാങ്ങി, ഒരു മൊജിറ്റോ, പിന്നെ ഒരു ഷെയ്ക്ക്, പിന്നെ ഒരു ABC ജ്യൂസ് വാങ്ങി, കോൾഡ് കോഫി, പിന്നെന്താ അതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെ വാങ്ങിയത്. പിന്നെ ഞങ്ങൾ കേക്കും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇത് കുറച്ചേ ഞങ്ങൾ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പാർസലും ജാസിനും വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ആരും എൻ്റെ വീഡിയോസുകൾ ഫുള്ളായിട്ട് കാണുന്നുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, എൻ്റെ വീഡിയോസുകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാനൊന്ന് ശ്രമിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാനും ഈ വീഡിയോയിൽ കുറേ കാലമായി ഈ വീഡിയോ ഇട്ടിട്ട് നടക്കുന്നു. അപ്പോൾ ഞാനും ഒന്ന് റീച്ച് ആവണ്ടേ? നിങ്ങൾക്ക് അതിന് ആഗ്രഹമില്ലേ? അപ്പോൾ എന്നെ ഒന്ന് റീച്ചാക്കി തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ പരമാവധി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.